താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല അത് എന്തിനാണ് എന്ന് ചോദിക്കും. ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ മുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ഏത് തരത്തിലാണ് മനുഷ്യനെ ഒരു സംഗീതം ഏത് തരത്തിലാണ് മനുഷ്യന് സാംസ്കാരികമായ തെറ്റായി മാറുന്നത്? നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത്? മറ്റ് എലമെന്റുകൾ, ഇതിലുള്ള മറ്റ് എലമെന്റുകൾ ഏതെങ്കിലും വിഭാഗത്തിന് അതിൽ പിന്നെ ആ എലമെന്റ് ഏതാണെന്ന് കൂടി ഒന്ന് പറയാമോ? ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ് എന്ന് പറയാമോ? ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിൽ അല്ല, എലമെന്റ് എന്താണ്? എലമെന്റ് എന്താണ്? അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? സുംബയിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? കാര്യങ്ങളൊക്കെ പറയണം. ഇത് വന്ന എലമെന്റുകൾ, ഇതിലുള്ള എലമെന്റുകൾ, ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടുകൾ, പിന്നെ മിക്സിംഗ്, ഫ്രീ മിക്സിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, മറ്റു പല സമുദായങ്ങൾക്കും സൊസൈറ്റികളും വി ഡി സതീശൻ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, ചില ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും അതായത് താങ്കൾ പറഞ്ഞ ആ പോയിന്റാണ് അതിൽ ഏറ്റവും പ്രസക്തം. ഇത് മിക്സിംഗ് ആണ്, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നം, അല്ലേ? ശരീരം കൊണ്ട് ചലനം ഉണ്ടാക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. ഞാൻ 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പഠിക്കും. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വീട്ടിൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു TV കൊണ്ടുവന്ന് വെച്ചു. ആ TV നമ്മുടെ ഇമാമ് കാണുന്നുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയത് 1985. ഇപ്പോൾ അവർ ചാനൽ നടത്തുന്നു. അത് ചുട്ടം എടുക്കുന്നത് ഹറാമായിരുന്നു, ചിത്രം വരയ്ക്കുന്നത് ഹറാമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ മദ്രസയിൽ ശാസ്ത്രമേളയ്ക്ക് പോകുന്ന ഹറാമായിരുന്നു. പിന്നെ ഫുട്ബോൾ കാണാൻ പാടില്ല, കാരണം ഫുട്ബോൾ കാണുമ്പോൾ മുട്ടിൻ്റെ മേലെ ട്രൗസർ ഇട്ട ഒരു പുരുഷനെ കാണുന്നതാണ്. ഫുട്ബോൾ അല്ല കാണുന്നത്, ഈ പുരുഷന്റെ ശരീരമാണ് കാണുന്നത്. അങ്ങനെ പോയിട്ടാണ്, അത് വലിയ കഥയാണ് അതൊക്കെ. 2021 യൂട്യൂബ് എന്ന ഈ മാധ്യമം വഴി ആളുകളുമായി സംസാരിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് അധികം ആളുകൾ കൈകാര്യം ചെയ്യാത്ത ടോപ്പിക്കുകൾ അന്ന് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അധികം ആളുകൾ പ്രസന്റ് ചെയ്യാത്ത രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, മാതൃഭൂമി.comന്റെ ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അന്ന് ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കണ്ടന്റിനൊന്നും വലിയ സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന, ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ പ്രാചീനവാദികളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചില പഴയ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ വരില്ല. കാരണം ആളുകൾ പുരോഗമിക്കും എന്നൊക്കെ. എന്തൊരു മണ്ടൻ ചിന്താഗതിയായിരുന്നു. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പിലെ ആ ഒരു ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ അനിയനും ഒക്കെ ഏതോ നൂറ്റാണ്ടിലേക്ക് പോയി ഇപ്പോഴുള്ള പുരോഹിത വർഗത്തെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് അതിനേക്കാളും മികച്ച രീതിയിൽ പ്രാചീനവാദം പങ്കുവെക്കുകയാണ്. ആ ഒരു ജ്യേഷ്ഠനും അനിയനും കൂടെ സൂംബ വിവാദം എന്നുള്ള രീതിയിൽ ഇവർ തന്നെ കൊളുത്തിവെച്ച ആ ഒരു വിവാദത്തിൽ കേരളത്തിന് മുൻപിൽ വന്ന് പല മാധ്യമങ്ങളിലായി ഇളിച്ച് കാണിച്ചു. ഏത് ചോദ്യങ്ങൾക്കും ഒരു ഇളിയായിരുന്നു അനിയന്റെയും ചേട്ടന്റെയും മറുപടി. ആ ഒരു ഇളി കണ്ടപ്പോൾ പല ആളുകളും ഇങ്ങനെ ഡൗട്ട് അടിച്ചു, എന്തിനാണ് ഇവർ ഒരു നാണോ മാനോ ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഇളിക്കുന്നത്? എല്ലാ മാധ്യമങ്ങളിലും വളരെ അപഹാസ്യരായിട്ട് ഇവർ നിൽക്കുന്ന സമയത്തും ഇവർക്ക് മുഖത്ത് ആ ഒരു ഇളി ഉണ്ടായിരുന്നു. ഇളിബദയെ നമുക്ക് വേണമെങ്കിൽ ഇളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ യുവാക്കളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് വന്നിട്ട് വളരെ സാധാരണ ഭാഷയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അളിയുന്നത്? സിമ്പിളായിട്ട് ഒരൊറ്റ ലോജിക്കാണ്. ഇതിനോടൊപ്പം മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഈ പറയുന്ന ആളുകൾ ശരിക്കും വന്ന് ഇളിച്ച് കാണിക്കുന്നത് നമ്മളെയാണ് എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇളി വളരെ സന്തോഷത്തോടെ കാണുന്ന, ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കൂട്ടം തീവ്ര ചിന്താഗതിക്കാരുണ്ട്. അവർ ഇവിടെ വന്ന് സംസാരിക്കുന്നതും ഈ പറയുന്ന ജ്യേഷ്ഠനും അനിയനും അല്ലെങ്കിൽ അവരെ പോലെയുള്ള മതപുരോഹിത വർഗമൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ശരിക്കും നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ടോ, അല്ലെങ്കിൽ അവരുടെ പക്ഷം പറഞ്ഞ ഒരു സംവാദത്തിൽ വിജയിക്കാൻ വേണ്ടിയൊന്നും അല്ല. അവശേഷിക്കുന്ന മത തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നത് പോലെ അവർ മനസ്സിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചിന്തകളൊക്കെ ശരികളാണ്, കണ്ടില്ലേ ഞങ്ങൾ വാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രാചീനവാദം ഇവിടെ വന്ന് വിളമ്പുന്ന സമയത്ത് ആളുകൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാലത്ത് ശാസ്ത്രം അല്ലെങ്കിൽ പഠനം
അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു ചിന്ത പോലും ഇല്ലാതിരുന്ന ആളുകൾ ഇന്ന് മറ്റുള്ള വിഭാഗത്തിലുള്ള ആളുകളോട് നിങ്ങൾ സംവാദത്തിന് വരൂ, ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കൂ എന്നൊക്കെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ സംവാദത്തിന് വിളിക്കുന്നത് അവരുടെ ആശയങ്ങൾ നമ്മളോട് പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഒരു വിജയ പരാജയം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ? അല്ല. ഇപ്പോഴും അവശേഷിക്കുന്ന ഞാൻ മുന്നേ പറഞ്ഞ മത തീവ്ര ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ആശ്വാസം. കേട്ടില്ലേ ബേസിൽ കാക്ക പറയണത്, പൊളിച്ചാടിക്ക് കയ്യിൽ കൊടുത്തു. കാരണം ആ ചിന്താഗതിയുള്ള ആൾക്ക് ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല, ബേസിൽ കാക്ക പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബാസിലിൻ്റെ അനിയൻ, ബേസിൽ എന്ന് ഞാൻ അറിയാതെ ഉച്ചരിക്കുന്നു, ക്ഷമിക്കണം. ഈ ബാസിലിൻ്റെ അനിയനും ഇതേപോലെ തന്നെ അവൻ്റെ തരപ്പടിക്കാരായിട്ടുള്ള കുറേയധികം ആളുകൾക്ക് കാക്കയുടെ അനിയൻ പറയുന്നിട്ടില്ല പൊളിച്ചാടിക്ക് എന്ന് പറയുന്നൊരു ആശ്വാസം പകരാനായിട്ടുള്ള ഒരു വകുപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതല്ലാതെ സമൂഹത്തിന് മുൻപിലേക്ക് വന്ന് യാതൊരുവിധ കാര്യങ്ങളും അവതരിപ്പിക്കുന്നില്ല. ഇനി ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂസ് വീഡിയോയുടെ ചില ഭാഗങ്ങൾ കേൾപ്പിക്കാം. MN കാരശ്ശേരി മാഷാണ് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, എനിക്കേറെ ബഹുമാനമുള്ള, ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഏറെക്കാലം നമ്മളെക്കാളും എന്നെക്കാളും ഒക്കെ ഏറെക്കാലം ഒത്തിരി കാലം ജീവിച്ച വ്യക്തിയാണ്, ജീവിത അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ ഇപ്പോൾ വരെ ഈ മതപുരോഹിത വർഗം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കെതിരെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ബാസിലിനെ പോലെയും അവൻ്റെ അനിയനെ പോലെയും അല്ലെങ്കിൽ ഇക്കാലത്ത് നമ്മൾ കാണുന്ന കുഴിയിലേക്ക് കാലം നീട്ടി വെച്ചിരുന്നിട്ട് അപരാധം പറയുന്ന മതപുരോഹിതരെ പോലെയുള്ള ആളുകളൊക്കെ അന്നത്തെ കാലം തൊട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ദർശിച്ച് അതിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ട് അത് എന്ത് സമൂഹത്തിനുണ്ടാക്കി, എന്ത് മാറ്റങ്ങളുണ്ടായി, എന്തെങ്കിലും കാര്യം അവർക്കുണ്ടായോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു ക്ലിപ്പ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. പറഞ്ഞു അല്പവസ്ത്രമെന്ന്, അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. കൺസേണിന്റെ ഒരു ഭാഗമാണ് വസ്ത്രം എന്നുള്ളത്. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. പാഠപുസ്തകത്തിൽ സൂംബ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ നോക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലല്ല, സൂംബ ഡാൻസിന്റെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ ഡ്രസ് ഇട്ടിട്ടാണ് സ്കൂളിൽ സൂംബ ചെയ്യുക എന്നെങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക? ഈ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന് വെച്ചാൽ ഒരു ഡോപ്പമിൻ നിരന്തരം ഡോപ്പമിൻ റഷ് കൊടുക്കുക പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നം. അവിടെ ഇങ്ങനെ ഈ തരത്തിൽ പ്രശ്ന പരിഹാരം നടത്തുന്ന ആളുകൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആവാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയ്ക്ക് ഇത്തിരി ദൈർഘ്യം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സമയമുള്ളപ്പോൾ മാത്രം കണ്ടാൽ മതി. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ഓർത്തു നോക്കുക. ഈ ബാസിൽ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അയാളുടെ അനിയൻ, അവരൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളോടൊക്കെ അടുത്ത പ്രായമുള്ള ആളുകളൊക്കെയാണ്. അവർ ഈ ഒരു കാലഘട്ടത്തിൽ കോളേജിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടി, രണ്ടുപേരും മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ്. ദന്ത ഡോക്ടറാണ്, മറ്റേ പുള്ളി MBBS പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ മറ്റുള്ള മനുഷ്യന്മാരുമായിട്ട് സാധാരണ രീതിയിൽ ജീവിക്കുന്ന പ്രാചീന മനുഷ്യന്മാരല്ലാത്ത ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ടും അവർ ഈ ഒരു കാലഘട്ടത്തിൽ യോജിക്കാത്തവരാണെന്നുള്ള ചീത്തപ്പേരും കേൾപ്പിച്ച് അവർക്ക് തന്നെ തിരിച്ചറിവുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വന്ന് ന്യായവാദം വിളമ്പുന്നത്, അത്ര അപമാനം സഹിച്ച് ന്യായവാദം വിളമ്പുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? അവർക്കറിയാം ഈ ചാനൽ ചർച്ചയിൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ വാദങ്ങൾ ആരും കണക്കിലെടുക്കത്തില്ല, കുറച്ച് തീവ്ര ചിന്താഗതിയുള്ള ആളുകളല്ലാതെ. പക്ഷേ അവർ ആ ഒരു തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക്, ഈ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഫ്രസ്ട്രേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങളെപ്പോലെയുള്ള ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് കണ്ടില്ലേ? ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടർ ടാഗുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ, നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, തീവ്ര ചിന്താഗതി മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കൂ, ഞങ്ങൾ ഭയങ്കരന്മാരാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാതെ ഈ സാധനം, ഈ പറയുന്ന തീവ്ര മനോഭാവം, അടിച്ചമർത്തൽ മനോഭാവം ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി മാത്രം വിദ്യാഭ്യാസം നേടുന്ന രണ്ട് വ്യക്തികളാണ്. ഇവരുടെ ഒരു പ്രചോദനം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഈ വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള പ്രചോദനം എന്താണ്? ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് തോന്നും. ഇതിലുള്ള എലമെന്റുകൾ, മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടുകൾ, പിന്നെ മിക്സിംഗ്, ഫ്രീ മിക്സിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, മറ്റു പല സമുദായങ്ങൾക്കും സൊസൈറ്റികളും VD സതീശൻ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ് അത്രയും നിർബന്ധങ്ങളാണ്. ഞാനെതിരൊന്നുമല്ല. കുട്ടികൾ സോംബ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല. കുട്ടികൾ ചെയ്യട്ടെ, അതല്ല അവസ്ഥ. അതൊന്നും അടിച്ചേൽപ്പിച്ച് നമ്മളെ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒന്നും ഇട്ട് കൊടുക്കണ്ട, ആർക്കും ഇട്ട് കൊടുക്കരുത്, നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് ആളി കത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ബുദ്ധിപൂർവ്വമാണ്, കൗശലത്തോടു കൂടിയാണ്, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയുണ്ട്. ഈ VD സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോട് പ്രതികരിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം. നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഈ ചാനലൊക്കെ കാണുന്ന ഭൂരിപക്ഷം ആളുകളും ഒരു ഭരണമാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ പിക്ചർ
എനിക്ക് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ആ ഒരു പ്രതികരണം നടത്തിയ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലായി. ഇതുപോലുള്ള എല്ലാ പ്രാചീന ഓളികളെയും നല്ല രീതിയിൽ പതപ്പിച്ച് കാലം തിരുമ്മി കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ നടത്തും എന്നതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഭരണം ബെറ്റർ ആണെന്ന് ഞാൻ പറയത്തില്ല. അവരും കാര്യമായിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നതുകൊണ്ട് നമുക്ക് സംഘികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇവിടെ കേരളത്തിലുള്ള ആളുകൾ ഈ പറയുന്ന പ്രാചീന ഓളികളായിട്ടുള്ള ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് കിടക്കുന്നത്. ഒരു ടീം പുതിയ 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 ദൈവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു പുതിയ ദൈവ അവതാരത്തെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ ദേശീയതയെ കാണുന്ന രീതിയിലല്ല സംഖ്യകൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ദേശീയത എന്ന് പറയുന്ന വികാരത്തിലേക്ക് വരണം, നമ്മൾ രാവിലെ തൊട്ട് പൂജകളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ്. എന്നാൽ ഇപ്പുറത്തെ പക്ഷോ, ന്യൂട്രൽ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ആ ഒരു പക്ഷോ, അവർ ന്യൂട്രലായിട്ട് നിന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും, അവരുടെ ലാഭം ഉണ്ടാക്കും. പക്ഷേ നാടിനൊരു പുരോഗതി എങ്ങനെ ഉണ്ടാകും? നമ്മൾ നോർത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കോൺഗ്രസ് സ്ഥിരമായിട്ട് ഭരിച്ച സ്ഥലങ്ങളുടെ ശോധനാവസ്ഥയെക്കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. അവിടുത്തെ ആ ഒരു പുരോഗതിക്ക് തടസ്സം നിന്നതും ഇതുപോലുള്ള കോൺഗ്രസ്സുകാരുടെ ന്യൂട്രൽ പരിപാടിയാണ്. അനിയൻ ചേട്ടൻ്റെ അത്ര മൂത്തിട്ടില്ലാത്തതുകൊണ്ട് ഓപ്പണായിട്ട് അങ്ങ് തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പാട്ടും ഡാൻസും സന്തോഷവും ഫ്രീ മിക്സിങ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പം ഒരാൾ കൺസെൻറ്റോടെ സെക്സ് ചെയ്യുന്നതാണെങ്കിലും അത് വിവാഹിതരല്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയും ഫ്രീ സെക്സ് എന്ന് വെച്ചാൽ എല്ലാത്തിനെയും, ഇവർ ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്ന എല്ലാത്തിനെയും, അത് വ്യക്തികൾക്കിടയിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ബന്ധമാണെങ്കിൽ പോലും അതിനെ ഫ്രീ അഴിഞ്ഞാട്ടം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അങ്ങ് വെച്ച് പിറപ്പിച്ച് കളയും. എന്നാൽ ഇവരുടെ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഇവർ കൃത്യമായിട്ടിരുന്ന് ന്യായീകരിക്കും. അതിനൊന്നും നമുക്ക് ഒന്നും ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. വല്ല ലിസ്റ്റ് വല്ലതും ഉണ്ടാക്കൂടെ? ഇടയ്ക്കൊരു സുഹൃത്തുണ്ട്, നമ്മുടെ കോളേജിൽ പഠിക്കുന്നതാണ്. അയാൾ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പ്രോത്സാഹനമായിട്ട് പറയുന്നതാണോ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്നേഹത്തോടുള്ള ഭീഷണിയാണോ അല്ലെങ്കിൽ കരുതൽ കൊണ്ട് പറയുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ചേട്ടാ നിങ്ങൾക്ക് നല്ല ഹെയ്റ്റ് ഉണ്ടല്ലേ? എനിക്കത്ര ഹെയ്റ്റൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയാം ആ ഉണ്ട്. അല്ല മറ്റേ ഈ ഉസ്താക്കന്മാരെയൊക്കെ പറയുന്ന ഗ്രൂപ്പിലൊക്കെ സ്ഥിരം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടി വരും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ പുനടാവേ ഇനി വല്ല ലിസ്റ്റ് വല്ലതും ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ഞാൻ പേടിച്ചു പോകാറുണ്ട്. ഇങ്ങനെയുള്ള പല പേടികൾ കാരണമുള്ള ചോദ്യം ചെയ്യാതിരിക്കലുകളാണ് ഈ പ്രാചീന ഓളികൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് ഞങ്ങളെ കൂടെ കേൾക്ക്, ഞങ്ങൾക്ക് പറ്റുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ടാകും. അഭിലാഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ലിബറൽ ലോകവീക്ഷണം ആവാം. ആ ലോകവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഫ്രീ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഫ്രീ സെക്സ് സൊസൈറ്റി ഒന്നും എന്താ കുഴപ്പം? കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? എന്ന് ചോദിക്കുന്ന അല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ഇതുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ട്. ആ ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഈ വൃത്തികെട്ടവൻ്റെ വർത്തമാനം കേട്ടോ നിങ്ങൾ. അവിടെ മുന്നിലിരിക്കുന്ന ഒരാൾ, ആ ഒരു മാധ്യമ പ്രവർത്തകൻ, അയാളെ ജഡ്ജ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇവൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിഷമാണ് പുറത്തേക്ക് വരുന്നത്. അഭിലാഷ് ഏട്ടൻ്റെ ഒരു ചിന്താഗതി വേറെ ആയിരിക്കും. നിങ്ങൾ ലിബറൽ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഫ്രീ മിക്സിങ്, ഫ്രീ സെക്സ്, കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അഭിലാഷ് പോലും അറിയാതെ അഭിലാഷിനെ ഒരു സദാചാര ആക്രമണം അവനങ്ങ് നടത്തി. അഭിലാഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ലിബറൽ ലോകവീക്ഷണം ആവാം. ആ ലോകവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഫ്രീ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഫ്രീ സെക്സ് സൊസൈറ്റി ഒന്നും എന്താ കുഴപ്പം? കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? എന്ന് ചോദിക്കുന്ന അയാൾ ലിബറൽ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അയാൾ നേരെ കഞ്ചാവ്, ഫ്രീ സെക്സ് എന്നൊക്കെ പറഞ്ഞ് ഇമാരങ്ങ് പോവാണ്. ഫ്രീ മിക്സ്. ഇവറ്റകൾ പലപ്പോഴും ന്യായീകരിക്കുന്ന ഇവരുടെ ഐഡിയോളജിയിൽ ഇവർ റെഫർ ചെയ്യുന്ന പലയിടത്തും ഈ അടിമ ഭോഗത്തെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. ഓ അടിമയാണല്ലോ, കാശ് കൊടുത്ത് വാങ്ങുന്നു, അപ്പോൾ അത് ഫ്രീ അല്ല. ഓ കൺസെൻറ്റോടെ, ഇപ്പോൾ പരസ്പര സമ്മതത്തോടെ പണമില്ലാതെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇവർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപമാനിക്കുന്നത്. ഓക്കേടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇനി എൻ്റെ ബാക്കി നമ്മൾ പറയുന്നത് വളരെ ക്ലിയർ ആയിരുന്നു. അതായത് എയ്റോബിക് എക്സസൈസ് ആണ് ഈ പറയുന്ന സൂംബ. അതേപോലെ മറ്റു ഒരുപാട് ഉണ്ട്. അത് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വിഷയം കൊണ്ടുവന്നാൽ പോരെ എന്നുള്ളതാണ് വിഷയം. ഇവന്മാരുമായിട്ട് ചേർന്നിട്ട് ഒരു പരിപാടിയും, ഈ പ്രാചീന മതയോളികളുമായിട്ട് ചേർന്നിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല. എന്നൊക്കെ മതസൗഹാർദ്ദവും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിലെയും പുരോഹിതന്മാർ ചേർന്ന് നിന്നാലും ഇത്തരത്തിലുള്ള വിഭാഗത്തിലെ പുരോഹിതന്മാരിലെ തീവ്രന്മാർ അടുക്കത്ത് പോലുമില്ല. അവരോട് ചേർന്നിട്ട് ഒരു പരിപാടി പോലും നടക്കത്തില്ല. അപ്പോഴാണ് ഇവന്മാർക്ക് കൂടെ പറ്റുന്ന ഒരു എക്സസൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു വിഭാഗം ആളുകൾ മെക്സവൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാര്യമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് എതിരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ടീമിൽപ്പെട്ട ടീംസാണ് ഇവരൊക്കെ.
അവിടെയും ഇവർ മഹാവൃത്തികേട്, ഇവരുടെയൊക്കെ മറ്റേ മൂത്ത കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന പുരോഹിതന്മാരൊക്കെ മഹാവൃത്തികേട് പറഞ്ഞു വരുത്തി. ഞാൻ സ്കൂളിൽ പഠിച്ച ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളും പെൺകുട്ടികളും പറയാൻ കായിക പരിശീലനമൊക്കെ നടത്താറുള്ളത് സ്വാഭാവികമായി. എന്താണ് പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഇവൻ MBBS പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, ഇവന് പേഴ്സണൽ ഒരു ഗുണമുണ്ട്, ഇവൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് കിട്ടും. അല്ലെ സാധാരണക്കാർ വിചാരിക്കും ഇവനൊന്നും സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ സ്കൂളിലൊക്കെ പോയാലും പഠിച്ചാലും ഈ വകതിരിവെന്ന് പറയുന്ന ഒരു സംഭവം, അതേപോലെ തന്നെ മത അന്ധത, മതഭ്രാന്ത് അല്ലെങ്കിൽ മത തീവ്ര മനോഭാവം എന്ന് പറയുന്ന ഒരു സാധനം, അത് വിദ്യാഭ്യാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതും സാധാരണക്കാർക്ക് മനസ്സിലാവും. ഭാഷാ രീതി എങ്ങനെയുണ്ട്? അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ വായിക്കാം. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടികൾ സ്കൂളിൽ. അതാണ് ഞാൻ ചോദിച്ചത്, ആ ഭാഷാ പ്രയോഗമൊക്കെ എങ്ങനെയുണ്ട് താങ്കളുടെ ഒരു മാർക്കിടയിൽ? ഒരു വിഷയത്തിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ആ ഭാഷ ഇന്നൊരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ആൺ പെൺ തുള്ളലുകൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് എന്ന് എനിക്ക് ചോദിക്കാൻ. അല്ല, ഈ മറ്റുള്ള അങ്ങനെ തുള്ളുന്നവരെയൊക്കെ ഒരു തരം അധിക്ഷേപിക്കലല്ലേ അത്? അതിലൊരു ആഭാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവൻ ഒരു ടിപ്പിക്കൽ കാറ കളഞ്ഞ മത അടിമയാണ്. ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന സംസ്കാരം എന്ന് പറഞ്ഞു വെച്ച ആ ഒരു വൃത്തികെട്ടവനെ, അത് ഇവൻ്റെ മതത്തിൽപ്പെട്ട ഒരുത്തനായതുകൊണ്ടും അതേ തീവ്ര ചിന്താഗതി ഇങ്ങനെ പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുത്തനായതുകൊണ്ട് അങ്ങോട്ട് താങ്ങാണ്. ബാക്കിയുള്ള ആളുകൾ ഇവനോട് മര്യാദയ്ക്ക് ചർച്ചയിൽ പെരുമാറണം, മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് അവതാരകന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അയാളെങ്ങും ന്യായീകരിക്കുകയാണ്. ഇതേപോലെ ബേഷായിട്ട് മെഴുകുന്ന, വെളുപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന ഇഷ്ടം പോലെ ഡ്യൂട്ടികൾ ഇവർക്കുണ്ട്. അതിനൊരു വലിയ ലിസ്റ്റ് തന്നെ ഇവർക്കുണ്ട്. മദ്രസ പീഡനങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. വെറുതെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ എൻലെസ് റിസൾട്ട്സ് ആണോ എന്ന് നമ്മൾ വിചാരിച്ചു മാത്രം അതേ സ്ക്രോൾ ചെയ്ത് പോകാനായിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് അവരോട് സംവാദം നടത്തി അവറ്റകളെ തിരുത്താനായിട്ടോ ഇനി ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ യുവന്മാരെ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. നമ്മളെ സൂമ്പയുടെ പിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ല എന്നെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ ഒരു വലിയ മിഷനായിട്ട് ഇവിടുന്ന് കുറേ ആളുകളെല്ലാം കൂടെ അതിർത്തിയിലേക്ക് പോകട്ടെ. അവിടെ ഇതേ മതം ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അതിതീവ്രന്മാരായിട്ട് കാത്തി ജോലിക്കാൻ വേണ്ടി വന്ന് ഇറങ്ങാറുണ്ടല്ലോ, അവരെ പറഞ്ഞ് തിരുത്തിക്കൂടെ? അവരോട് സംവാദം നടത്തി അവരുടെ ശരികളെല്ലാം, ആളെ കൊല്ലുന്ന ശരിയല്ല നമുക്ക് വേണ്ടതെന്ന് അവരെ കൺവിൻസ് ചെയ്തൂടെ? ഏതെങ്കിലും ഒരു പ്രതിഷേധം, എന്തെങ്കിലും ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ടോ? കഴിഞ്ഞിടയ്ക്ക് സ്റ്റുഡിയോ പൊട്ടിക്കാൻ വേണ്ടി പോയേക്കുന്നു. പാലസ്തീനിൽ ഇസ്രായേൽ അധിനിവേശം, അത് ജൂതവിരോധം കോമൺ ആയിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് മാത്രം കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായല്ലോ. ഈ വിഡ്ഡിസം ടീമിൻ്റെ ഏതെങ്കിലും ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഞങ്ങൾ പഹൽഗാമിലേക്ക് പോവുകയാണ്, അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകൾ അവിടുത്തെ നുഴഞ്ഞു കയറ്റം, അവിടെയുള്ള ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയധികം നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ടും ഇത്രയധികം ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ടും ഇത്രയധികം മനുഷ്യ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടും അത്ര ഉത്സുകരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതമൊക്കെ ഫോളോ ചെയ്യുന്ന അയലോകത്തെ രാജ്യത്തെ നിന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ബോധവൽക്കരിക്കുക. ഈ ആരിഫ് ഹുസൈൻ ഇസ്രായേലിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പാലസ്തീനിലേക്ക് പോകൂ, ഹമാസിൻ്റെ നേതാക്കളുമായിട്ടൊരു വട്ടമേശ സമ്മേളനം നടത്തി അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കൂ. ഇവിടെ പാഠപുസ്തകത്തിൽ സൂമ്പ കളിക്കുന്ന സ്ത്രീയുടെ പടമുണ്ട്, അവർ അല്പവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ അല്പവസ്ത്രം കണ്ടത്? നമുക്കൊക്കെ ഫുൾ വസ്ത്രം ധരിച്ചതുപോലെയാണ് തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റേ കണ്ണാടി വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ്. ഞാൻ ഈ പൗരോഹിത്യത്തെ പറ്റി ആലോചിക്കുക. അവരൊരു സമാന്തര ഭരണകൂടമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ കൽപ്പിക്കാം, നടപ്പാക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് തിരിയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ പൗരോഹിത്യത്തിനുണ്ടായില്ല. ഇവിടെ ഏറ്റവും അധികം ഇംഗ്ലീഷുകാരെ എതിർത്ത ആരാണ്? അലിഗഡിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിച്ച മുഹമ്മദ് അബ്ദുറഹിമാനെ എതിർത്തത്. ആ അബ്ദുറഹിമാൻ കാഫറാണെന്ന് പറയാൻ ആളുണ്ടായി. എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളെയും എതിർക്കുക. പ്രത്യേകിച്ച് കലാരൂപങ്ങൾ എന്താ ഉള്ളത്? വ്യക്തികളുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സന്തോഷമുണ്ട്. വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും ഒരു മതവിഭാഗത്തിലെ പുരോഹിതനും ഇഷ്ടാവില്ല. എന്താ കാര്യം? അവർക്ക് ദൈവമുണ്ട്, മരണമുണ്ട്, പരലോകമുണ്ട്, നരകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുകയാണ്. സന്തോഷിക്കാൻ പാടില്ല, സ്വാതന്ത്ര്യം അനുഭവിക്കും. അപ്പോൾ ഫ്ലാഷ് മോബ് എന്ന് കുറച്ച് കൊല്ലം മുമ്പ് ഒരു ഏർപ്പാടുണ്ടായിരുന്നു മലപ്പുറത്ത്. അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവളുടെ പേരെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്ല മാടശ്ശേരി, അവൾ കേസുകാരിയായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്.
അത് വലിയ പ്രശ്നമായി ഒന്നും പറയണ്ട. എത്ര കാലമാണ് ഒരു ഫ്ലാഷ് മോബ് പങ്കെടുത്തതിന്. അപ്പോൾ അവർ ശരീരം കൊണ്ട് ചലനം ഉണ്ടാക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ് ഞാൻ. 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പഠിക്കും. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വീട്ടിൽ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു TV കൊണ്ടുവന്ന് വെച്ചു. ആ TV നമ്മുടെ ഇമാമ് കാണുന്നുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയത് 1985. ഇപ്പോൾ അവർ ചാനൽ നടത്തുന്നു. അത് ചുട്ടം എടുക്കുന്നത് ഹറാമായിരുന്നു, ചിത്രം വരയ്ക്കുന്നത് ഹറാമായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു നാട് ഇത്രയധികം വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയത്? ഈ കടന്നു വന്ന നാൾ വഴികളിൽ എന്തൊക്കെ മാറ്റങ്ങൾക്കാണ് ഈ നാട് സാക്ഷിയായത്? ഈ ചരിത്രമൊന്നും അറിയാതെ ഇപ്പോൾ മതം റേഷൻ പോലെ കുറച്ച് സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, ഭയങ്കരം തന്നെ എന്നൊക്കെ പറഞ്ഞ് നേതൃത്വ നിരയിലേക്ക് റേഷൻ പോലെ കിട്ടിയ സ്വാതന്ത്ര്യമായിട്ട് വന്നിട്ട് ഇത് ഞമ്മൻ്റെ ചോയ്സാണ്, നമ്മൾ അങ്ങനെയാണ്, നമുക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് എന്നൊക്കെ പറയുന്ന ചില സ്ത്രീകളും ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. ജസ്ലാം മാടശ്ശേരിയുടെയൊക്കെ ആ ഒരു ഫ്ലാഷ് മോബുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സൈബർ അധിക്ഷേപമായിരുന്നു ഇവറ്റകൾ, ഈ നാറുന്ന തീവ്ര ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ സവാദ് എന്ന് പറഞ്ഞ് ബസ്സേൽ വെച്ചിട്ട് ഒരു വൈകൃതനെ പിടിച്ചായിരുന്നല്ലോ. അപ്പോൾ അവന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ അതിലിരയാക്കപ്പെട്ട ആൾക്കെതിരെ നടത്തിയ സൈബർ അധിക്ഷേപങ്ങളെക്കാട്ടിലും വളരെ മോശമായിട്ടുള്ള സ്ലട്ട് ഷെയ്മിങ്ങും റേപ്പ് ത്രെഡ്സും ഒക്കെ ആയിരുന്നു അന്ന് ഈ മതയോളികൾ ജസ്ലാം മാടശ്ശേരിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ധാർമ്മിക മൂല്യങ്ങളൊക്കെയാണ് ഇവന്മാർ പഠിപ്പിക്കുന്നത്. ഇവന്മാരിടാത്ത, അല്ലെങ്കിൽ ഇവന്മാരുടെ താത്താമാരിടാത്ത, ഇവന്മാരുടെ ഐഡിയലായിട്ടുള്ള ആ ഒരു മോഡൽ ഇടാത്ത വസ്ത്രങ്ങളൊക്കെ ഇടുന്ന ആളുകൾ അല്പവസ്തുകാരികൾ. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ പുതിയ റൂൾ വന്നിട്ടുണ്ട്, ഒറ്റ കണ്ണ് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ സ്ത്രീകൾക്ക്. കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ്, പക്ഷെ അത് അനുഭവിക്കുന്ന അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കണ്ണുകൊണ്ടങ്ങ് കണ്ടാൽ മതി, ആ ഒരു വട്ടത്തിൽ കൂടെ കണ്ടാൽ മതി എന്നുള്ളത് ഇട്ടൂരമാണ് ഇതുപോലുള്ള ടീമുകൾ ഇറക്കിയത്. അത് അവിടെ വില പോവും. ആ ഒരു മോഡലാണ് ഇവർ ആഗ്രഹിക്കുന്നത്, അതാണ് ഇവരുടെ സ്വപ്നത്തിലുള്ള കിനാശ്ശേരി. ഞങ്ങൾ ഇത്രയൊക്കെ ആയില്ല, ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ഈ പുരോഹിത വർഗ്ഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ മദ്രസയിൽ ശാസ്ത്രമേളയ്ക്ക് പോകുന്ന ഹറാമായിരുന്നു. പിന്നെ ഫുട്ബോൾ കാണാൻ പാടില്ല, കാരണം ഫുട്ബോൾ കാണുമ്പോൾ മുട്ടിൻ്റെ മേലെ ട്രൗസർ ഇട്ട ഒരു പുരുഷനെ കാണുന്നു. ഫുട്ബോളല്ല കാണുന്നത്, ഈ പുരുഷൻ്റെ ശരീരമാണ് കാണുന്നത്. അങ്ങനെ പോയിട്ടാണ്, അത് വലിയ കഥയാണ് അതൊക്കെ ഒരു പെൺകുട്ടി ഒളിച്ച് കണ്ടിട്ട് ഇറാനിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പം ഏറ്റവും വലിയ പെണ്ണുങ്ങളെ അടക്കിയിരുത്തുക എന്നുള്ള സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഈ സൂംബ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 27 കൊല്ലമായിട്ടുള്ളത് ഉണ്ടായിട്ട് ദക്ഷിണ അമേരിക്കയിലെ കൊളംബിയയിൽ ബെട്രോ പെറാസ എന്ന് പേരായ ഒരു നൃത്ത അധ്യാപകൻ, അദ്ദേഹം കായിക പരിശീലനക്കാരനും കൂടിയാണ്. അദ്ദേഹം യാദൃശികമായി കണ്ടെത്തിയ ഒരു ഏർപ്പാടാണിത്. അതിൽ കായിക പരിശീലനമുണ്ട്, നൃത്തമുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒരു പെൺകുട്ടിയും പറയുന്നില്ല. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും കോമൺ യൂണിഫോം ആണിനും പെണ്ണിനും എന്ന് വന്നപ്പോൾ വലിയ എതിർപ്പ്. ബാലുശ്ശേരിയിലെ ഒരു സാധനം TV കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ബാലുശ്ശേരിയിലെ പെൺകുട്ടികളോട് TV-ക്കാർ ചോദിച്ചു, അവർ ഞങ്ങൾക്ക് വലിയ സൗകര്യമാണ് പാൻസ് ഇടുന്നത്, ഓടാനും നടക്കാനൊക്കെ സൗകര്യമാണ്, പാൻസ് ഉണ്ടായ നാട്ടിൽ ആണും പെണ്ണും കരുതലാണെന്നറിയോ കരശ്ശേരി മാഷേ, പെൺകുട്ടികൾക്ക് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാകില്ലേ എന്നാണ് ചോദിച്ചത്. ഈ ബാസിൽ അവൻ്റെ അനിയനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെപ്പോലെയൊക്കെ ഇഷ്ടം പോലെ വാളികളുണ്ടായിരുന്നു, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇമാതിരി വെടലത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ കുറേയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇജൊക്കെ ആ ശാസ്ത്രം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വാദപ്രതിവാദങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പം ഇതേപോലെ നാളെ നിങ്ങളെക്കാളിലും കുറച്ചും കൂടെ മൂത്തവന്മാർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇളയവന്മാർ വരുന്ന സമയത്തോ നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങൾ മാറ്റിയിട്ട് അവന്മാർ കുറച്ച് പുതിയ സാധനം കൊണ്ടുവരും. ഇന്ന് നിങ്ങൾ ശാസ്ത്ര തെളിവുകൾ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം സാധനം എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് ഒരു കൂട്ടം സാധനമായിട്ട് മാത്രം ഒരിടത്ത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. എന്തുകൊണ്ടാണ്? അല്ലാതെ മറ്റേ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ പണ്ട് ആ ഒരു ശാസ്ത്രം പഠിക്കുന്നത് പ്രശ്നമായിരുന്നു. ശാസ്ത്രമേളയ്ക്കൊന്നും പോവാറുണ്ടായിരുന്നില്ല. ഇപ്പം മേളയ്ക്കും പോവും, ശാസ്ത്രം പഠിക്കാനായിട്ടും പോവും, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കും, ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് എന്നൊക്കെ വാദിക്കും. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇവർ പറയാണ് ഈ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതിങ്ങനെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. അപ്പോൾ ഇവിടെ കേരളത്തിലൊരു വാദം എന്താണ്? വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്.
എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പൊ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പൊ പറയുന്നത് എന്താ? സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്. അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ, ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം സന്താന നിയന്ത്രണത്തിൻ്റെ കാര്യം പോയി, സിനിമയുടെ ഹറാമ് പോയി, ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഹറാമ് പോയി, പെൺകുട്ടികൾ അക്ഷരം പഠിക്കുന്നതിൻ്റെ ഹറാമ് പോയി, എല്ലാം പോയി. ഇപ്പോൾ മദ്രസത്തുൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മതപാഠശാലകൾ സ്ഥാപിക്കപ്പെട്ട പണി, ഇംഗ്ലീഷ് മീഡിയം ഇവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ഏത് നൂറ്റാണ്ടാന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ ഒരു സാധനം വരുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുക. അതുപോലെ ആണും പെണ്ണും ഇടകലർന്ന് പെരുമാറി പരിചയിച്ചാലേ ഈ തരത്തിൽ മാനസികമായ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ട് ആണും പെണ്ണും ഒന്നിച്ച് പഠിക്കുന്ന വിദ്യാലയങ്ങൾ അയക്കുന്നത് തന്നെ ശരിയല്ല എന്നിവർക്ക് അഭിപ്രായമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൽ മുസ്ലിം പെൺകുട്ടിയോ ആൺകുട്ടിയോ അഡ്മിഷൻ ചെല്ലുമ്പോൾ അവരൊന്ന് സംശയിക്കും. കാരണം നാളെ ഈ കുട്ടി അഡ്മിഷൻ കൊടുത്തിട്ട് നാളെ ഇവനെ കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ തടയുന്ന ഒരു ലെവലിലേക്ക് ഇത് പോവും. ഈ ചർച്ചക്ക് വന്ന എന്താ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടല്ലോ, ഇങ്ങനെ ഇതൊരു അടിച്ചേൽപ്പിക്കൽ പാടില്ല. ഒന്നാമത് അടിച്ചേൽപ്പിക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് സുംബ അടിച്ചേൽപ്പിക്കരുത്. മാത്രമല്ല ഇതിൽ ഇവരോടൊക്കെ ചർച്ച നടത്തണം. ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെ വന്ന് ഇത് പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ല, രക്ഷിതാക്കൾ പറയുന്നതായി കണ്ടില്ല, സ്കൂളുകൾ എതിർപ്പ് പറയുന്നതായി കണ്ടില്ല. അപ്പോൾ ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഈ തരത്തിൽ പിന്നാക്കാവസ്ഥ പ്രകടിപ്പിക്കുന്ന പുരോഹിതരോട് ചർച്ച നടത്തി വേണം ഇവിടെ ഓരോ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലപാട് 100% ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെന്റ് പിന്നാക്കം പോരുത്. ഗവൺമെന്റ് ഇപ്പോൾ വഖഫ് ബോർഡിലെ നിയമനങ്ങളിൽ PSCക്ക് വിടുക എന്നുള്ളതിൽ ഗവൺമെന്റ് പിന്നാക്കം പോയി. ഈ ജെൻഡർ ജസ്റ്റിസിന്റെ ലിംഗപദവിയുടെ തുല്യതയുടെ പേരിൽ യൂണിഫോം നടപ്പാക്കുമ്പോൾ ഗവൺമെന്റ് പിന്നോക്കം പോയി. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം പാടില്ല. അതെ, പിന്നാക്കം പോരുത്. ലൈംഗിക വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഒരു നാണമില്ലാതെ എന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇളിച്ചവിടെ ഇളിഭനായിട്ട് ഒരുത്തൻ അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ അവിടെ ഇരുത്തുന്ന ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഇപ്പോഴും അവശേഷിക്കുന്ന പ്രാകൃത കൂട്ടത്തിന് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു സംഗതിയാണ്. ഇവർ ഈ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ വീഡിയോസിലോ വന്നിരുന്ന് വിളമ്പുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതോ സാധാരണ ജനത്തിനെ ഒരു കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാനല്ല, അല്ലെങ്കിൽ സാധാരണ വിശ്വാസികളെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാനല്ല. ഈ ഒരു പുരോഹിത കൂട്ടത്തിൻ്റെ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി, അവരുടെ തീവ്ര ചിന്താഗതികളുടെ ഒരു വളത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രതീക്ഷ അസ്തമിക്കാതിരിക്കാൻ വേണ്ടിയും ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയും ഉള്ള ശക്തി പ്രകടനം മാത്രമാണിത്. അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മൈത്രേനെ ഇവർ സംവാദത്തിന് വിളിച്ചുകൊണ്ടുപോയി. അയാളുടെ അടുത്ത് വേറൊരു സ്ട്രാറ്റജി ഇവരിറക്കി. ശരിക്കും മൈത്രേനോട് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണോ അവർ വിളിച്ചുകൊണ്ട് പോയത്? അല്ല, കണ്ടില്ലേ മൈത്രേനെ ഞങ്ങൾ തോപ്പിക്കുന്നു എന്ന് ആ പറയുന്ന പ്രാകൃത ചിന്താഗതിക്കാർക്കിടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ ജനം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരെ പരിഹസിക്കുക എന്നുള്ളത് ഇവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാകൃത ചിന്താഗതി ഉള്ള ആളുകൾക്കിടയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്ധവിശ്വാസം വലിക്കുകയല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. ഒരു മനുഷ്യനൊക്കെ ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം നാണം കെട്ടവനായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവന്മാരെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നും. ഈ ഒരു കാലഘട്ടമായിട്ട് യോജിക്കാൻ പറ്റാത്ത രണ്ട് ടീമുകൾ കോളേജിലൊക്കെ ചെല്ലുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ അടുത്ത് എങ്ങനെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറും? കാരണം അവരെങ്ങനെ നിങ്ങളോട് ഇടപെടും? കാരണം നിങ്ങൾ സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ല, നിങ്ങൾ വേറെ എന്തോ രീതിയിലാണ് കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ഒരു വസ്ത്രം കണ്ടാൽ അല്പവസ്ത്രമായിട്ട് തോന്നും. നിങ്ങൾക്ക് ആണും പെണ്ണും ഒന്നിച്ച് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫ്രീ മിക്സ്, ഫ്രീ സെക്സ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് ആൾക്കാർ അടുപ്പിക്കുന്നത്? വല്ലാത്ത ഭയങ്കര ചിന്താഗതി തന്നെ. ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ മാറ്റിയിട്ട് സമൂഹത്തിൽ ഇടപെടാനായിട്ട് ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി അതാണെന്നുണ്ടെങ്കിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ചിലതൊക്കെ പറഞ്ഞ് ഇത്തിരി കടന്നുപോയി എന്ന് എനിക്കറിയാം, പക്ഷെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി പോയില്ലേ. നിങ്ങളെയൊക്കെ പറഞ്ഞ് തിരുത്താൻ പറ്റത്തൊന്നുമില്ല എന്നുണ്ടെങ്കിലും പരിഹസിച്ച് മാറ്റി നിർത്തുക എന്നുള്ള ഒരു മിനിമം കാര്യമെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറഞ്ഞു തിരുത്താനോ നിങ്ങളോട് സംവാദം നടത്തി വിജയിക്കാനായിട്ടോ
നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒന്നുമല്ലടേ, നിങ്ങൾ ഭയങ്കര സൂപ്പർ തന്നെ, നിങ്ങൾ വിജയികൾ, നിങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ച ആൾക്കാർ. ശാസ്ത്രം കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവന്മാരിപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ വാദം എന്നൊക്കെ പറയുന്ന ആളെയൊക്കെ അന്നത്തെ കാലത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കിട്ടും. വായിക്കുന്നതിനേക്കാളും എത്രയോ ഭീകരമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ജയിച്ച ആളുകളൊക്കെ തന്നെയാണ്. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ പറയുന്ന എല്ലാ സംഭവങ്ങളും ശരിയാണ്. അത് കൂടുതൽ ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ടീമുകളെ ഈ അതിർത്തിയിലൊക്കെ വന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന ഇതേ ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പലസ്തീനിലേക്കൊക്കെ പോകും. നന്ദി.